നമസ്കാരം. മാസപ്പടി വിവാദത്തിൽ വീണ്ടും മുഖ്യമന്ത്രിക്കും മകൾക്കും കുരുക്കുമുറുകുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന മാസപ്പടി കേസിൽ ED സമൻസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് MD ശശിധരൻ കർത്തയ്ക്ക് തിരിച്ചടിയാകുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നു. ED അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ്. ED സമൻസിലെ തുടർ നടപടി തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അത് വില പോയില്ല. ചോദ്യം ചെയ്യലിനായി തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ഇതോടൊപ്പം തന്നെ ED ശശിധരൻ കർത്തയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. CMRൽ ഇല്ലാത്ത സേവനത്തിന് പിണറായി വിജയന്റെ മകൾ വീണ വിജയന് അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക് വഴി 1,72,00,000 രൂപ നൽകിയെന്നതാണ് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതിനൊപ്പം ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിട്ടുണ്ട് എന്ന നിർണായക കണ്ടെത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട്. കേസിൽ വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് പ്രധാന അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നവർ. ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നതാണ് EDയുടെ കണക്കുകൂട്ടൽ. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി എതിർകക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ടേക്കും. ഇതുമായി സഹകരിച്ചില്ല എങ്കിൽ റെയ്ഡ് നടത്തി പിടിച്ചെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും ED മടിക്കില്ല. അതിനുശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ പോലും. അതേസമയം മാസപ്പടി ആരോപണ കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ MLA ഇന്ന് കോടതിയെ സമീപിച്ചിരുന്നു. കോടതിയിൽ നൽകിയ ഹർജി 19ലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഇന്ന് വിധി പറയുമെന്ന് പ്രതീക്ഷിച്ച ഹർജിയാണ് വിജിലൻസ് കോടതി മാറ്റിയത്. CMRL കമ്പനിക്ക് ധാതുമണൽ ഖനനത്തിന് അനുമതി നൽകിയതിന്റെ പ്രത്യുപകാരമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയത് എന്നും അത് മുഖ്യമന്ത്രി കൂടെ അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന അഴിമതിയെന്നുമാണ് മാത്യു കുഴൽനാടൻ MLA ഇക്കാര്യത്തിൽ പരാതിയായി പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മാത്യു കുഴൽനാടൻ ആദ്യമായി ഹർജി നൽകുന്നതും. അതിൽ വിധി പറയാനായി കഴിഞ്ഞ ആഴ്ച പരിഗണിച്ചപ്പോൾ വിജിലൻസിൽ വിശ്വാസമില്ല എന്നും കോടതി അന്വേഷണം വേണമെന്നുമായിരുന്നു മാത്യു കുഴൽനാടൻ നിലപാട് മാറ്റിയത്. ഇതിൽ ഇന്ന് വിധി പറയുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും ആ വിധി പറച്ചിൽ 19ലേക്ക് മാറ്റിയിരിക്കുകയാണ്. എങ്കിൽ പോലും കേസിൽ നിന്ന് മുഖ്യമന്ത്രിക്കും മകൾക്കും ഇനി അധിക നാൾ ഒളിച്ചുകളി തുടരാൻ സാധിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. കേസിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെയാണ് ED അന്വേഷണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കാലതാമസം ഉണ്ടാകുന്നുണ്ട് എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ കേസ് തെളിയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ED നൽകുന്നത്. ഇപ്പോൾ ഇതിന്റെ ഭാഗമായി ED സമൻസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് MD ശശിധരൻ കർത്തയുടെ ആവശ്യം തള്ളിയെന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വരുമ്പോൾ കേസ് ഉടൻ തന്നെ തെളിയിക്കപ്പെടും എന്നത് തന്നെയാണ് സൂചന. ഇതിനു മുമ്പും ഇതേ രീതിയിൽ കേസ് അന്വേഷണത്തിൽ നിന്ന് EDയെ തടയാനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ നേരിട്ടും അല്ലാതെയും നടത്തിയിട്ടുണ്ട്. പക്ഷെ അന്നും വിധി ഇതേ രീതിയിൽ തന്നെയായിരുന്നു. വീണ വിജയന്റെ ശ്രമങ്ങളെല്ലാം ഇല്ലാതാകുകയാണ് ചെയ്തത്. അതുകൊണ്ട് കേസ് അന്വേഷണം ഉടൻ തന്നെ പൂർത്തിയാകുമെന്നാണ് വിലയിരുത്തൽ. ഇനി കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ അകത്താകാനുള്ള സാധ്യതകളും ഏറെയുണ്ട്. എന്തായാലും ചെയ്യാത്ത ജോലിക്ക് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ മകൾ മാത്രം എന്നൊരു കണക്ക് വെച്ച് വാങ്ങിക്കൂട്ടി പുട്ടടിക്കാൻ ശ്രമിച്ച മുഖ്യന്റെ പുത്രിക്ക് ഇനി അങ്ങോട്ടുള്ള നാളുകൾ അത്ര സുഖകരമായിരിക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്.